ഇമ്മമ്മനെ നടുവിലടി ഇരുത്തും. അനിയൻ വണ്ടി ഓട്ടും, ഇമ്മമ്മ നടുവില്, ഞാൻ ബാക്കില്. അതിന്റെ ഉള്ളിലേക്കാരം ഇമ്മമ്മ. ഇവന്റെ പേര് ഫസ്ലു റഹ്മാൻ, ഇവന്റെ പേര് ഫസൽ സുബ്ഹാൻ. ഭയങ്കര വ്യത്യാസാട്ടോ. മാറാതിരിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും മെസ്സേജ് പുറകെ പെൺകുട്ടികളൊക്കെ മെസ്സേജ് നമ്മള് വലിയ കാര്യത്തിലൊക്കെ പെൺകുട്ടികളെ മെസ്സേജ് എടുത്ത് നോക്കും. വലിയമാരെ കൊണ്ട് ഒരു വോയിസ് ആയിരിക്കും. ശരിക്കും നിങ്ങളുടെ കൂടെ പൂച്ച ജീവിക്കുന്നതാണോ, പൂച്ചയുടെ കൂടെ നിങ്ങൾ ജീവിക്കുന്നതാണോ? അത് കുറെ ആൾക്കാർ ഞങ്ങൾക്ക് ഇവിടെ ഉണക്കമീനേക്കാരം, പൂച്ചക്ക് ചിക്കൻ കാലി, അതൊക്കെയാണ് പൂച്ചയുടെ ഫുഡ്. പിന്നെ കഞ്ഞി പറക്കണമെന്നുണ്ടെങ്കിൽ പൂച്ചക്ക് പാല് എന്തൊക്കെ അറിയോ വാങ്ങിക്കൊടുക്കല്, ബിസ്ക്കറ്റ്. പ്രതിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. ഐറ്റങ്ങൾക്ക് മുണ്ടാൻ വയ്യാതല്ലേ, ഐറ്റങ്ങൾക്ക് ആദ്യം പോലെ നമ്മള് സുരക്ഷിതാക്കണം. പൂച്ചകളെ കൈ ജനിച്ചാൽ എങ്ങനെയാ ഉമ്മ ഇത്ര വലിയ ഡയലോഗ് പഠിക്കണേ? ഞാൻ മക്കളെ എന്തായാലും ഇവരെന്തേ ചീത്താറിയല്ല. ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചായിട്ട് ഓക്കെയാണ് അടുത്ത ഇന്ത്യ സെറ്റ് ആക്കി പറയുമ്പോ അമ്മ പറയും ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും ഇത് നിങ്ങളെ എഡിറ്റിംഗോട് ശരിയാക്കി. ഇങ്ങനെ ഇവര് രണ്ടാൾ അറിയണില്ല. ഇവരെ വീഡിയോസ് എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഭയങ്കര റീച്ച് ആവുന്നുണ്ട്. നമുക്ക് രണ്ടാൾക്കും അറിയില്ല. രണ്ടാൾ എന്നിട്ട് ഒരു ദിവസം ആശുപത്രി പോയിക്കണേ. എന്നിട്ട് രണ്ടാൾക്കാർ പിന്നാലെ കൂടി ഫാൻസാണ്. വല്യമാക്കും ഉമ്മാക്കും അറിയണില്ല. എന്നിട്ട് പേടിച്ച് എന്നിട്ട് ഓലൊക്കെ വേറെ വന്ന് ഞങ്ങൾ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. ഏത് വീഡിയോ, എവിടുത്തെ വീഡിയോ, ആരോട്. പൊതുവെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേ നമ്മളെ പേരിടുന്നത് ഭയങ്കര നമ്മുടെ പേരൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് പേരിടാ. ഇത് ഫസൽ ഫാമിലി. അപ്പം ഇവിടെ കുറെ 2 പേരുണ്ട്, 4 പേരുണ്ട്. അപ്പൊ ഈ ഫസൽ എന്ന് വിളിക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ 2 പേര് എന്നെ നോക്കി തിരിയുന്നുണ്ട്. ശരിക്കും ഈ പേര് ഇട്ടത് ആരാ? ഉമ്മ. ഞാനിട്ടാണ്. എന്താ ഈ 2 പേർക്കും കൂടെ ഒരു പേര് ഫസൽ? ഇവന്റെ പേര് ഫസ്ലു റഹ്മാൻ, ഇവന്റെ പേര് ഫസൽ സുബ്ഹാൻ. ഭയങ്കര വ്യത്യാസാട്ടോ. മാറാതിരിക്കാൻ വേണ്ടിട്ട്. അല്ല ഈ പേര് ചേട്ടനും അനിയനും ഏതാണ്ട് ഒരുപോലെ തന്നെ പേര്, ലൂലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാറിപ്പോവാറില്ലേ? അതായത് ഞാനും ഒരു ഷോപ്പിലെ വർക്ക് ചെയ്യുന്നത്. ആരെ വിളിക്കണേ ഞങ്ങൾക്ക് അറിയില്ല. ഓനെ വിളിച്ചാൽ ചിലപ്പോ ഞാൻ പോവും, പിന്നെ വിളിച്ചാൽ ചിലപ്പോ ഓൻ പോവും. ഫസല് വന്ന് വിളിക്കാം. അപ്പം ചിലപ്പോ ഞാൻ ചെല്ലും, അല്ലാതെ ഓൻ ചെല്ലും. അപ്പൊ ഓൻ ചെല്ലുമ്പോ പറയും ജലമറ്റോ, ഞാൻ ചെല്ലാണ് ജലമറ്റോ. ശരിക്കും വീട്ടിൽ നിന്ന് വിളിച്ചു മാറാറുണ്ടോ? മോനൂട്ടൻ ഇതാണ്, അനു ഇതാണ് കേട്ടോ. എനിക്കതാ വിളിക്കാം. ഉമ്മ എന്താ മിണ്ടാതിരിക്കുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉമ്മക്ക. ഉമ്മക്ക് ചോദിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. ഒന്ന് തരുമോ, ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. പോന്നോ പോരുന്നോ എന്റെ കൂടെ? പോവില്ല. ഓരോരുത്തരും മെസ്സേജ് പുറകെ പെൺകുട്ടികളൊക്കെ മെസ്സേജ് നമ്മള് വലിയ കാര്യത്തിലൊക്കെ പെൺകുട്ടികളെ മെസ്സേജ് എടുത്ത് നോക്കും. വലിയമാരെ കൊണ്ട് ഒരു വോയിസ് ആയിരിക്കും. എനിക്കൊന്ന് ഇത്രയും ഡയലോഗ് നിങ്ങൾ ഇനി റീൽ വീഡിയോ ചെയ്താലും ഞങ്ങക്ക് മൂമ്മനെ കാണണം. ഡയലോഗാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ കണ്ടിട്ട് ആരും ഇതൊക്കെ മെസ്സേജ് അയക്കണില്ല. നിങ്ങൾ ചെല്ലു നോക്കലില്ല. കാരണം വല്യമാനെ ചോദിച്ചാലാവും, നമ്മളാരും ചോദിച്ചില്ല. എങ്ങനെയാ ഉമ്മ ഇത്ര വലിയ ഡയലോഗ് പഠിക്കണേ? ഞാൻ മക്കളെ എന്തായാലും ഇവരെന്തേ ചീത്താറിയല്ല. ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോ അത് തെറ്റിച്ചും. അതായത് നമ്മളൊന്നാക്കി പറഞ്ഞു കൊടുക്കുക, ഇമ്മമാരുടെ രീതിക്ക് ഒന്ന് പറയും. അപ്പൊ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, ഇമ്മമാരോട് 2-3 വട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ സൈഡില് ഇങ്ങനാണ് ഉമ്മമാർ പോകും. പിന്നെ കയ്യും കാലും പിടിച്ച് കൊണ്ടിരുന്നോ. ഒന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചായിട്ട് ഓക്കെയാണ് അടുത്ത ഇന്ത്യ സെറ്റ് ആക്കി പറയുമ്പോ അമ്മ പറയും ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും ഇത് നിങ്ങളെ എഡിറ്റിംഗോട് ശരിയാക്കി കൂടി. എഡിറ്റിംഗ് ഞങ്ങൾ എന്ത് ശരിയാക്കാനാ? നിങ്ങൾ ഈ 2 പേര് ഷൂട്ട് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നവരാ? അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മയായിരിക്കും. ഇമ്മാന്റെ എന്താ അറിയോ, വലിയ സീരിയസ് ഡയലോഗ് കേൾക്കാറ്. അതിന്റെ ഉള്ളിൽ ചിരിച്ചിട്ട് ഡയലോഗ് അറിയാം. സീരിയസ് സീനില് പല കടി ചിരിച്ചിട്ട് ഡയലോഗ് പറയാം. അതായത് ഭയങ്കര ഒരു ഗൗരവത്തിലുള്ള സീനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചൂടാവാൻ പാടില്ല. പറയും ഞങ്ങൾക്ക് എന്നെ സ്റ്റോറി അറിയില്ല, ഇതെന്താണ് കഥ, ഇത് ലാസ്റ്റ് എവിടെ പോയി അവസാനിക്കുന്നൊന്നും അറിയില്ല. എടുത്ത് കഴിഞ്ഞ് എല്ലാം പാടെ ഒരു കൂട്ടി
എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവര് എന്നെ കാണുന്നത്. എന്താണ് ഇതാണ് ഈ സംഭവം? എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മമാരോട് പറയും ഉമ്മ ഡയലോഗ് പറഞ്ഞോളി. ഉമ്മ കറക്റ്റ് പറയും കേട്ടോ. ഉമ്മക്ക് വല്ല സീന് ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാല് ഭയങ്കര തഗ് ഡയലോഗ് കൊടുത്താൽ ഉമ്മ അതിന്റെ ഓളത്തിനാണ് പറഞ്ഞത് സെറ്റ് ആയിട്ട് പോകും അല്ലേ? നേരെ കുറച്ച് ഇമ്മാന്റെയാണ് സീന്. സീരിയസ് ആണ്, ഞങ്ങള് ചിരിച്ചേ പറയൂ. അതെ, ചിരിയേ വരുള്ളൂ. ശരിയേ വരത്തുള്ളൂ. ഞാനിവിടെ വരുമ്പത്തേക്ക് ഇവിടുത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ വേറെ ആൾക്കാരാ, പൂച്ചകളാണ് ഇവിടെ നിറച്ചുള്ളത്. ശരിക്കും നിങ്ങളുടെ കൂടെ പൂച്ച ജീവിക്കുന്നതാണോ പൂച്ചയുടെ കൂടെ നിങ്ങൾ ജീവിക്കുന്നതാണോ? കുറെ ആൾക്കാർ ഡൗട്ട്. ചോറില്ലെങ്കിലും ഞങ്ങൾക്ക് ഉണക്കമീനേക്കാരം, പൂച്ചക്ക് ചിക്കൻ കാലി, അതൊക്കെയാണ് പൂച്ചയുടെ ഫുഡ്. പിന്നെ കഞ്ഞി പറക്കണമെന്നുണ്ടെങ്കിൽ പൂച്ചക്ക് പാല് എന്തൊക്കെ അറിയോ വാങ്ങിക്കൊടുക്കല്, ബിസ്ക്കറ്റ്. ഒരു മീനില്ലെങ്കിൽ മുട്ട പുഴുങ്ങി കൊടുക്കും, അല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കും. ഇനിയിപ്പോ മത്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഉണക്കമീൻ കൊണ്ടുവന്ന് പൊരിച്ച് പൊടിച്ച് ചോറിന്റെ ഒപ്പം കൂട്ടി കുഴച്ച് കൊടുക്കും. വാങ്ങിയിട്ട് ഇവരൊന്നും കാണാതെ എടുത്ത് പാത്തു വെക്കും. നമ്മള് ചോറിന്റെ ഒപ്പം എന്തെങ്കിലും ഇല്ലെന്ന് ചോദിച്ചാൽ പറയും ജില്ല വെച്ചാണ് തിന്നിച്ച് പോകാൻ പറയും. അതിലൊക്കെ നല്ല ചൂടല്ലേ, ഇപ്പോഴും ദാഹിക്കുമല്ലോ. അപ്പൊ എനിക്ക് പാവം എന്റെ അടുത്ത് വന്ന് ഇവര് കാര്യമുള്ളൂ. അപ്പൊ എനിക്ക് അറിയാം, മനസ്സിലായി പഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ദാഹിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇത് കാച്ചിങ്ങാണ്ട് പാല് ചൂടാക്കിങ്ങാണ്ട് പാൽപ്പൊടിയൊക്കെ ഇട്ടങ്ങാണ്ട് ഈ ട്രീറ്റ് ചെയ്യുന്നോ സ്നേഹമായിട്ടൊക്കെ നല്ലോണം ഉണ്ട് എന്നോട്. എത്ര പൂച്ചകളുണ്ട്? 7 എണ്ണം ഉണ്ട്. 7 പൂച്ചകള്. ഉമ്മക്ക് പെറ്റായിട്ട് പൂച്ചയുണ്ടോ? ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു പൂച്ചേനെ. ഞാനിപ്പോ ഈ കാലിയിട്ട് വെയ്യാതെ കിടക്കുമ്പോ എനിക്ക് വെയ്യാന്ന് ഇവർക്ക് അറിയാം. എന്റെ അടുത്ത് വന്ന് അങ്ങനെ കരയും, ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് മേത്ത് കൂടെ ഒക്കെ കയറി ഇങ്ങനെ ഓരോന്ന് ചോദിക്കാണ്. എനിക്ക് മനസ്സിലായി എന്താണ് പറ്റിയെന്ന് ചോദിക്കാരം. അപ്പൊ ഒന്നുണ്ട് ഒരു കറുപ്പും വെള്ളി നേരത്തെ കണ്ടില്ലേ, അത് ഞാൻ എപ്പോഴാ ഉണരുന്ന നിന്റെ അടുത്ത് രണ്ട് ഇതില് വന്നില്ലേ, അത് രണ്ടും എടുത്ത് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഒരുത്ത എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് മ്യാവൂ മ്യാവൂ. അപ്പൊ ഞാൻ ഉണർന്ന് നോക്കുമ്പോ രണ്ടാളിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ എപ്പോഴാ ഉണരുന്ന കാണാനായിട്ടാണ് ഇങ്ങനെ തോണ്ടി നോക്കിയത്. അപ്പൊ ഞാൻ എളുപ്പം തീറ്റ ഇട്ട് കൊടുക്കും, കുറച്ചിട്ട് കൊടുക്കും, എന്നിട്ട് ഞാൻ ഉറങ്ങും. ഓല് അത് തിന്നു കഴിഞ്ഞാൽ ഓല് പോയി ഉറങ്ങും. അതിന് പാത്രം സാധനമൊക്കെ ഇട്ട് തന്നെയാണ് ഫുഡും പൂച്ചപ്പുറത്തും പാത്രം അവിടെ ഓള് പടി. എന്നിട്ട് പൂച്ച ഒന്നും ഇങ്ങനെ കാട്ടും. അപ്പോൾ നിങ്ങൾക്ക് തല വന്നിച്ച് നോക്കുമ്പോ കൈപ്പാട്ട് തന്നെയാണ് ഇത് കൊടുക്കും. പൂച്ചയുടെ കിടക്കും ഇവിടെ കിടക്കും. എന്തൊക്കെയാ പേര് പൂച്ച കൊടുത്തിട്ടുള്ളേ? 7 പൂച്ച ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ പേര് ഭയങ്കര രസമായിട്ടോ. അതിൽ ശുണ്ടുമോളേന്ന് വിളിക്കും. പിന്നെ ഒന്ന് അപ്പു, 2 എണ്ണത്തിന് അപ്പു എന്ന് വിളിക്കാം. പിന്നെ ഷിട്ടു, തക്കുടു, തപ്പു, അങ്ങനെയൊക്കെ വിളിക്കും. എന്ത് വിളിച്ചാലും മാമാമു മീമീന്നാണ് പറഞ്ഞാല് അപ്പൂനെ കേറി വിളിക്കും. ഒന്നുമില്ല, എന്ത് വിളിച്ചാലും മാമാമു മീമിയില്ലേ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടിട്ട് ആ മാമാമു മീമിന്നാണ് പറഞ്ഞാല് ഇനിയിപ്പോ എവിടെയും പാടില്ല, ഓടി വരും. ഫുഡിന്റെ കോഡാണെന്ന് നമുക്ക് അറിയാം. ഇത് നിങ്ങളെക്കാട്ട് സ്ഥാനം പൂച്ചക്കാന്നല്ലോ ഇവിടെ. അതിൽ പ്രതിഷേധമുണ്ടോ? ഞങ്ങളൊക്കെ കട്ടപ്പുറത്താണ്. പ്രതിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. ഐറ്റങ്ങൾക്ക് മുണ്ടാൻ വയ്യാത്തല്ലേ, ഐറ്റങ്ങൾക്ക് ആദ്യം ഓലെ നമ്മള് സുരക്ഷിതാക്കണം. പൂച്ചകളെ കൈ ജനിച്ചാൽ എനിക്കൊന്ന് ഉമ്മുമ്മ ഈ 2 പേരുണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടം എന്ന് ചോദിക്കുന്നതിന് കാര്യമില്ല, എങ്കിലും കുറച്ച് കൂടുതൽ പെറ്റായിട്ടുള്ള ആരാ? 2 പേര് വെയിറ്റ്. അതെനിക്ക് തോന്നി എന്നെക്കായി ഇഷ്ടം മക്കളുണ്ടായി. മക്കളെ കഴിഞ്ഞിട്ടുള്ള മകള് ഇമ്മ ഗൾഫിലാ, ഇമ്മ ചെറുപ്പത്തിൽ ഗൾഫിലാണ് പോയിരുന്നത്. അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങളെ വല്യമ്മയെ നോക്കിക്കൊണ്ട് നിന്നെ, ഞങ്ങള് ഈല പോയാലും വല്യമ്മയാണ് നോക്കല്. ചിക്കൻ കുനിയൻ വന്നിട്ടോ ഫസ്റ്റിൽ ബെൽക്ക് ഉണ്ടാക്കുകയാണ് വന്നത്. അന്ന് ഇപ്പൊ ഇതേമാർക്ക് ഓട്ടോറിക്ഷ ഒന്നുമില്ല. ഇവിടുന്ന് ചാത്തമുണ്ടക്ക് ബസ്സിന് പോകണം, നടന്നു പോകണം. അവിടുന്ന് ബസ്സിന് കയറ്റി ഞങ്ങൾ ജോസിലാട്ട് അവിടെ പോയി. അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ കുട്ടിയേക്ക് വെച്ചാൽ നടക്കാൻ വെച്ചാൽ കുട്ടിയേക്ക് ഞാൻ 2 ആളെ വെച്ചെടുക്കാൻ വെക്കാം. എന്ന് വെച്ചാൽ ആരോഗ്യമൊക്കെ ഉണ്ട്, ഇല്ല അതേമാർക്കല്ല. എന്നിട്ട് ഞാൻ ഒന്നിനെടുത്ത് കുറെ കൊടുത്ത് വെച്ചിട്ട് മറ്റീനെ പോയിട്ടോണ്ടോ നീ കറന്നോട്ട് കയറുന്ന തോറും പാത്തും ഞാൻ അതേമാതിരി. ചിക്കൻ കുനിയെന്ന് ആർക്കും അറിയില്ലേ. ഇനി ഇവളുമല്ലേ ഇവളോട് ചോദിച്ചപ്പോ കുട്ടികളെ എന്താ ചോദിച്ചാൽ അവിടെ എന്താ അറിയാം, ഒരു കുറി അതേമാതിരിക്ക് പിന്നെ സദ്യയും പറ്റും നോക്കും തുടങ്ങി. ഞങ്ങൾ പോത്തലിൽ പോയിങ്ങാണ്ട് ഇവ ശ്രദ്ധിച്ചാണ് തൊള്ളയിരിക്കാണ് ഒന്നായിട്ട്. ആരാണ്? തള്ള വിളിച്ചാണ് കുട്ടികളെ വർത്താനുണ്ടാവും. ഒരു സുഖാണ് എന്താ ഞാൻ ശ്രദ്ധിച്ച ഓ ഇങ്ങനെ എന്താ മരുന്ന് കൊടുത്തു ഒന്നായിട്ട്
വായിക്കാൻ സാധിച്ചു. എന്നിട്ട് കൂടി ഇന്റെ കുട്ടികളെക്ക് സുഖമില്ല. എന്തുണ്ട് അറിയിച്ചിട്ടില്ല. അറിയിച്ചിട്ടില്ല. അവള് കണ്ണത്താൻ നാട്ടിലല്ലേ. ചക്കയുടെ ഉമ്മയാണ് കേട്ടോ. പക്ഷെ നല്ല അടി ഇട്ടിട്ടുണ്ടാവല്ലോ ഈ രണ്ടുപേരും ഇവിടെ ആക്കുമ്പോഴത്തേക്ക് അത് ഞാന് വഴിയെടുക്കുമ്പോ ഒരു പാനി കഴിച്ചില്ല. ഇവിടെ വെയിലൊക്കെ പറയും, ചീത്തയൊക്കെ പറയും. അങ്ങനെ വല്ലാത്ത തല്ലൊന്നും കിട്ടൂല. അവിടെ വിളിക്കുമ്പോ തന്നെ ഇമ്മ പറയും വിളിച്ചിട്ട് നല്ലോണം ചീത്ത പറയണട്ടോ, തോട്ടുകൂടെയും പൊയ്യി കൂടെ ഒക്കെയാണ്. അപ്പൊ ഞാൻ കണ്ട് പറയാൻ വെച്ചിട്ട് വിളിക്കേക്കാരാ, ഹലോ ഇമ്മ അസ്സലാമു അലൈക്കും. അതാണ് കേട്ടാ ഞമ്മക്ക് ഏത് ദൂരത്തായാലും മനസ്സലിയില്ലേ അത് മറക്കും. മദ്രസയില് റിസൾട്ട് ആണ് 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിൽ. ഞാൻ പോയി നോക്കിയിട്ട് എന്റെ പേര് കാണാനില്ല. എന്റെ കാക്ക എന്റെ അനിയത്തി എല്ലാരും പോയി നോക്കി. ഞാൻ ഇവിടെ ഫുള്ള് നോക്കി, എന്റെ പേരേല് കാണാനില്ല. തോറ്റു ഞാൻ ഉറപ്പിച്ച്. എന്നിട്ട് പെരീക്കൊന്ന് പേടി, കാരണം ഉമ്മ നല്ലോണം അടിച്ചു വന്ന്. എന്നിട്ട് പെരി പോയി തോറ്റു എന്ന് പറഞ്ഞാൽ അടിച്ച് നല്ല അടി കടിച്ച് കരഞ്ഞിരിക്കുക. അന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോണല്ലോ. കരഞ്ഞ് വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോണ്ട് അപ്പുറത്തെ പേപ്പറിന്റെ എന്റെ പേര് മാത്രം എഴുതി വെച്ചിരിക്കുന്നു. ഇവൻ അടിച്ചടിയൊക്കെ കണ്ടിരുന്നു. എന്നിട്ട് ഉമ്മ എന്നോട് അടുത്ത എന്നെക്കാണ് നേരെ ചോപ്പ് അടിച്ചോണ്ട്. സത്യം ഉമ്മ അന്ന് ഭയങ്കര ഇതാണ്, സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ഗൾഫിൽ പോയിട്ടാണ് ദേഷ്യമൊക്കെ എന്റെ മാറിയത് അല്ലേ. അവിടുത്തെ കുട്ടികൾ പറഞ്ഞാല് ഭയങ്കര വികൃതിയാണ്. നമ്മളിപ്പോ അവിടേക്ക് നമ്മളെന്താ നമ്മളെ കുട്ടികളെ കെട്ടറിഞ്ഞ് അങ്ങോട്ട് പണിക്ക് പോയതാ. അവിടെ പോയി നമ്മള് ഏത് ടൈ കെട്ടിയാലും അവിടെ ചെന്നാ കഴുതല്ലേ. അവിടുത്തെ കുട്ടികളെ ഭയങ്കര വികൃതിയല്ലേ. ആയിട്ടുകളൊന്നും ചീത്ത അറിയാനോ തൊടാനോ ഒന്നും പറ്റൂലല്ലോ. അങ്ങട്ട് സബൂറായി ഞാൻ. ക്ഷമന്റെ നെല്ലിപ്പഴകം അങ്ങട്ട് ഇതായി. എന്ത് അയിറ്റ പട്ടിയ നായിന്നൊക്കെ വിളിക്കും. എന്നാലും ഞാൻ ഒന്നും മുണ്ടിയില്ല. ചെവി കൂടെ മറ്റേ ചെവി. അങ്ങനെ എനിക്ക് എന്റെ മക്കളെ പോലെ അയിറ്റകളെ ഞാൻ നോക്കി. ഇവരെന്റെ മനസ്സിൽ വല്ലാതെ ഇട്ടെറിഞ്ഞ് പോന്നതാണല്ലോ. ഞാൻ അങ്ങനെ തല്ലൂല ചീത്ത പറയില്ല. അത് പിന്നെ അവരെ തല്ലിയിട്ടില്ല ചീത്ത അറിഞ്ഞിട്ടില്ല. പിന്നെ എത്രത്തോളം സ്നേഹം കൂടി ഇപ്പോഴും ഞാൻ ചോദിക്കും. ഞാൻ അന്ന് ഗൾഫിക്കൊക്കെ പോയിന് നിങ്ങക്ക് ദേഷ്യം ഉണ്ടോ അമ്മാനോട് ചോദിച്ചോക്കാം. ഇടയ്ക്ക് ഞാൻ ചോദിക്കലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യന്മാരാട്ടോ, ഇത്രയും നല്ല ഉമ്മാനെയും കിട്ടിയത്. കാരണം പൊന്നു പോലെയല്ല അവര് കൊണ്ട് നടന്നത്. കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാല് എന്ത് മെസ്സേജ് ആണെങ്കിലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ. ഇതന്നെ എല്ലാരും പറയണത്. കാരണം ഇത്ര നാല് ഉമ്മാനും വല്യമാനും കിട്ടാന്. ഇമ്മാനെയും ഇപ്പൊ കൂടുതൽ ഇമ്മാനെ ചോദിക്കുന്ന പോലും ഉണ്ട്, ഉമ്മമാനെ ചോദിക്കലും ഉണ്ട്. രണ്ടാക്കും വേറെ വേറെ സെപ്പറേറ്റ് വേറെ വേറെ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മയും മകനും വൈബൊക്കെ ഭയങ്കര രസാ. ഇപ്പൊ നമ്മള് അച്ഛനും മകൾ എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ബൈക്ക് ഓടിപ്പിക്കാൻ പഠിപ്പിച്ചു അല്ലെ, എന്തൊക്കെ കാര്യം അതൊക്കെ ഭയങ്കര സന്തോഷം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ സ്കൂട്ടി ഓട്ടാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ കുന്നുംപുറാകുമ്പോ പറ്റൂലല്ലോ, സൈക്കിൾ ബാലൻസും കൂടി ഇല്ല. അപ്പൊ കുറച്ച് പഠിച്ചു. പിന്നെ ഇവര് ചാവി തരൂല, റോട്ടിൽ വെച്ച് ഞാൻ എടുത്താണ്ടാണ് പോയി. പിന്നെ അങ്ങനെയല്ലേ അത് ഫസ്റ്റ് ടൈം പഠിച്ച വലിയൊരു മുറിയായി. ധൈര്യമായി പോയിക്കോ. മുറി നല്ല നീര് നടക്കാനൊന്നും വെച്ചേനി. ഞാനൊന്നും മൈൻഡിച്ചില്ല. ഞാൻ ചാവി എടുത്താണ് പോയി. ഉമ്മുമ്മക്ക് ആഗ്രഹം ഉണ്ടോ ഇങ്ങനെ വല്ലതും ഇതുപോലെ? മോളിത് ബൈക്കൊക്കെ ഓടിക്കണോ? വല്യമ്മക്ക് വണ്ടിമ്മ കേറാൻ ആഗ്രഹമുണ്ട്. കാരണം വല്യമ്മ ഇന്റെ മറ്റേ KTM ആയ പോലും വല്യമ്മ കേറിയിരിക്കണം. വല്യമ്മക്ക് അതിനൊന്നൊരു പേടിയില്ല. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചാനൊന്നും പോരില്ല. ഞങ്ങൾക്ക് വണ്ടിമ്മ പോവാണെന്നുണ്ടല്ലോ, ഇമ്മമാനെ നടുവിലാണ്ട് ഇരുത്തും. അനിയൻ വണ്ടി ഓട്ടും, ഉമ്മ നടുവില്, ഞാൻ ബാക്കില്. അതിന്റെ ഉള്ളിലേക്കാരും ഉമ്മ. അങ്ങനെ ഞങ്ങളെ ഫസ്റ്റത്തെ റീൽ എടുത്തത്. ആ റീൽ തന്നെ 1 മില്യൺ അടിച്ചു. എനിക്ക് ഉമ്മുമ്മക്ക് എന്താ ശരിക്കും ഇഷ്ടമുള്ള കാര്യം? സീരിയല് കാണാൻ സീരിയൽ പ്രേമിയാണ് ഞാൻ അറിഞ്ഞു. ഒരു സീരിയൽ ഉണ്ട്, അത് ഞങ്ങള് കാണും. ഏതാ? കുടുംബശ്രീ കേരളത്തിലെ. ഞങ്ങള് സിനിമ മാത്രമേ കാണൂ, സീരിയലൊന്നും കാണില്ല. സീരിയൽ കാണോ? അതൊരൊറ്റ ഒന്നേ ഉള്ളൂ. അതെയോ? അത് കണ്ട ഇല്ല അത് മാത്രമേ കാണൂ. ഒരൊറ്റന്നെ കാണുള്ളൂ. അത് ഭയങ്കര നല്ലൊരു കഥയാണ്, ഒരു കുടുംബ കഥയാണ്. അപ്പൊ നമ്മക്ക് അത് കാണുമ്പോ അത് മാത്രം. ഉമ്മുമ്മക്ക് ഏതാ സീരിയൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എവിടെ പറയുന്നുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നൊന്നും നമുക്ക് TV ഇല്ലല്ലോ. ഈ കുന്നുംപത്തി ഒറ്റ പേരല്ലേ ഉള്ളു. താഴത്തൊന്നും TV എവിടെ അടുത്തൊന്നും എവിടെ ഇല്ലല്ലോ.
അപ്പൊ എവിടെയെങ്കിലൊക്കെ പോയി കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നേരം തണ്ടിയോളം നേരം വെളുക്കോളോ ഇങ്ങനെ ഇരിക്കല്ലോ. അപ്പൊ ഈ കുട്ടികളെയും കൊണ്ട് അവിടെ എവിടെയും പോയി വല്ല സിനിമ അപ്പൊ എന്തേലും ഒരു സീരിയൽ ഇടുമ്പോ ഞങ്ങൾ ഫോണൊക്കെ ഉണ്ടായത് അങ്ങനെ തുടങ്ങിയത്. പിന്നെ ഇപ്പഴല്ലേ ഫോണൊക്കെ ഉണ്ടായത്. ഇപ്പൊ എല്ലാം ഫോണിൽ കൂടെ അല്ലേ. പണ്ട് പറഞ്ഞ അയൽവാസികൾ തമ്മിൽ നല്ല സംസാരോ അടി എന്റോടെ എന്താ ചാറ് ചോറ് അങ്ങനൊക്കെ ചോദിക്കുവല്ലേ. ഇപ്പൊ അത് ചോദ്യം ഉണ്ടോ? ഇപ്പൊ ഈ ഫോണ് തോണ്ടാൻ ടൈമുള്ളൂ. തമ്മ കാണണ്ടോ? ഇപ്പൊ ഞാൻ തന്നെ കുറച്ചു നേരം ആ ഫോണിൽ നോക്കുമ്പോ ഉമ്മ പറയും ഓള് ഫോണിൽ നോക്കിക്കാണ്. കാരണം എന്താ ഞാനിതിന് ലൈക്ക് ഇടുകയാണ്. എനിക്ക് കുറച്ച് നോക്കുമ്പോത്തിന് എനിക്ക് കണ്ണിരിക്കാതിരിക്കും. ഞങ്ങളെ യൂട്യൂബ് എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക, എല്ലാവർക്കും ലൈക്ക് കൊടുക്കുക. ഉമ്മ എല്ലാത്തിനും ലൈക്ക് കൊടുത്തു വെറുതെ ഇരിക്കല്ലേ. അപ്പൊ ഓരോ ലൈക്ക് പൈസ അപ്പൊ പിന്നെ ഇടണ്ട് എങ്ങനെ ചേർന്നിട്ടാണ് പൈസ ഇടുന്ന ഉമ്മ കറക്റ്റ് ടൈമിന് ഇടുവേ. പൊതുവേ ഒരു പ്രായം കഴിഞ്ഞ ഫോൺ അധികം യൂസ് ചെയ്ത് ഈ വീഡിയോ എടുക്കുന്നതിന് വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവര് ഭയങ്കര സപ്പോർട്ടാണല്ലോ. അതെന്തുകൊണ്ടാവും ഉമ്മ? അത് ഫസ്റ്റ് എന്താ അറിയോ, ഫസ്റ്റത്തെ വീഡിയോ എടുക്കല് ഇവർക്ക് രണ്ടാൾക്കും അറിയില്ല. ഞാൻ ഇവരെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇവര് രണ്ടാളും അറിയണില്ല. ഇവരെ വീഡിയോസ് എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഭയങ്കര റീച്ച് ആവുന്നുണ്ടെന്ന് ഇവർക്ക് രണ്ടാൾക്കും അറിയില്ല. രണ്ടാളും എന്നിട്ട് ഒരു ദിവസം ആശുപത്രി പോയിക്കണ്. എന്നിട്ട് രണ്ടാൾക്കാർ പിന്നാലെ കൂടി ഫാൻസ് ആണ്. വല്യമാക്കും ഉമ്മാക്കും അറിയണില്ല. എന്നിട്ട് പേടിച്ച് എന്നിട്ട് ഓലൊക്കെ വേറെ വന്ന് ഞങ്ങൾ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. ഏത് വീഡിയോ, എവിടുത്തെ വീഡിയോ, ആരോട് എവിടെയെങ്കിലും ക്യാമറ ഒക്കെ വെച്ചിക്കണേ. എനിക്കാണെങ്കിൽ പൂച്ചാറിന ജീവനല്ലേ. ഇതൊന്ന് ചത്ത് കഴിഞ്ഞാൽ എനിക്ക് തീനും കൂടിയില്ല. ഞാൻ കരയോട് കരച്ചു. എന്നിട്ട് ഒരു കുറി പിന്നെ നായിനൊക്കെ കല്ലെടുത്ത് എറിഞ്ഞിക്കണ ഞാൻ. ഇവിടെ ഒന്ന് പൂച്ചനെ കടിച്ച് കൊന്നതല്ലേ. എപ്പോഴും ശരിക്കും ഇവർ മനസ്സിലാക്കി ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ട് എന്നാ നിങ്ങൾ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു തുടങ്ങി വന്നപ്പോഴാ നമ്മളാ സെലിബ്രേഷൻ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ അത് 1 മില്യൺ ഫസ്റ്റത്തെ റീൽ 1 മില്യൺ ആയി കഴിഞ്ഞതിന് ശേഷം. അതായത് ഇവരെ രണ്ടാളപ്പോ അവിടുന്ന് ഇങ്ങനെ ആൾക്കാർ കണ്ടല്ലോ, ഫോട്ടോ എടുക്കുന്നത് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഞങ്ങള് വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടു. പിന്നെ ഇമ്മമാന്റെ ഓരോ ഡയലോഗുകള് മെയിൻ ആയിട്ട് ഉമ്മമാ ചോദ്യം വരുന്നത് ഉമ്മമാക്ക് എവിടുന്നാണ് ഈ ഡയലോഗുകൾ കിട്ടുന്നത്? എവിടുന്ന് ഉമ്മക്ക് ഇത്ര ഡയലോഗ് കിട്ടുന്നേ? എന്താ ഞാഴ്ചന്ന് അറിയണില്ല. എന്റെ ചിലപ്പോ എന്തെങ്കിലും ചീത്ത അറിയുന്ന എന്തെങ്കിലും കേൾക്കാരോ പെട്ടെന്നൊന്നും. ഇതൊക്കെ വല്യമാന്റെ നാച്ചുറൽ ആയിട്ട് ഇതില് സംഭവം നടക്കണാണ്. പക്ഷെ അതൊക്കെ ഞങ്ങളെ മൈൻഡിലുണ്ട്, ഉമ്മമാന്റെ മൈൻഡിലും ഉണ്ടാവില്ല. അറിയാതെ പറയുന്നത് ഞാൻ എന്തേലും പറഞ്ഞു ഇപ്പൊ എന്തേലും പറഞ്ഞോന്ന് വെച്ചാൽ അറിയില്ല. നേരത്തെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. നേരത്തെ എന്താ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഉണ്ടല്ലോ വലിയ രണ്ടാളെ മുഖം വെച്ചിട്ട് വല്യമാന്റെ ഒരു തഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേറി ആ വീഡിയോ കേറി. ശരിക്കും ഈ കണ്ടന്റ് പിന്നൊക്കെ ആരാ ഈ കണ്ടന്റ് ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്നതും? ഇവര് ഇന്നോട് പറയും വെറുതെ നേരം കണ്ടന്റ് ആലോചിച്ചു. നമ്മൾ എന്ത് കണ്ടന്റ് ആലോചിക്കണേ അല്ലോ. ഞാൻ അഥവാ എന്തെങ്കിലും പറഞ്ഞ നിങ്ങളൊരു കുടുംബശ്രീ കഥയും കൊണ്ട് പോകും. ഈ കണ്ടന്റ് ആയിട്ട് വേണമെന്നില്ല. ഞങ്ങളൊക്കെ അപ്പൊ കുത്തിരുന്നാണ്ട് ആലോചിച്ച് ചെയ്യണേ. അതായത് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാണ്ട് അത് കൊടുത്താലോ അങ്ങനെ പറഞ്ഞാണ്ട് ഒരു തുമ്പ് കിട്ടിയാൽ മതി. പിന്നെ അങ്ങനെ കയറി ഇങ്ങനെ പോകും. ഞങ്ങളിതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ ഹോളിവുഡിലാണ്ട് തുടങ്ങും. ഹോളിവുഡ് സീനേക്കാരം അവസാനം കഴിഞ്ഞ് വരുമ്പോ സീരിയസ്. അതായത് ഞങ്ങളിപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കും. ഫസ്റ്റ് ഇപ്പൊ എടാ എന്താ ഒരു പരസ്യം കിട്ടി എന്താ ചെയ്യാൻ നമുക്കൊരു പിടുത്തല്ല. സ്റ്റാർട്ടിങ് ആണ് കിട്ടും. പിന്നെ അതിന്റെ അടിയിൽ കൂടെ ഞങ്ങളെ വർത്താനം, അതായത് വർത്താനം എന്തെങ്കിലും മെയിൻ ആയിട്ട് ഉമ്മമാക്ക് 2-3 തഗ് കൊടുക്കും. അപ്പൊ തന്നെ റീച്ച് വരും. കാരണം ഉമ്മമാരുടെ തഗ്ഗിന് വേണ്ടിട്ട് കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കുമ്പോ തന്നെ ഒരു തഗ്ഗിന. അപ്പൊ അത് ആദ്യം ഞങ്ങൾ കൊടുക്കും. പിന്നെ നമ്മുടെ കണ്ടന്റിലേക്ക് എല്ലാം ഇങ്ങനെ കിടക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ശരിക്കും യൂട്യൂബ് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്നൊരു മാറ്റം എന്താ? കുറച്ച് വിലയുണ്ടായി. സത്യം പറയാം. എവിടേക്കും പോകുമ്പോ എല്ലാരും അറിയുന്നുണ്ട്. നാണക്കേട് കുറച്ച് മാറ്റണ്ട്. പണ്ട് ഞങ്ങള് നല്ലൊരു നാണം കിട്ടീനി. നമ്മളെ എന്താ ഭയങ്കര ഇതാക്കി കണ്ട വേറെ ടീം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നും തുടങ്ങിയ യൂട്യൂബ് അല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഞാനും എന്റെ അനിയനും ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ എഴുതി ഫിഷിംഗ് ബ്രീക്സിന്റെ അത് ഭയങ്കര സീനാണ് കേട്ടോ. ഒപ്പം ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരനുണ്ട്. മുന്നാതാണോ സീനാണ്. അപ്പൊ ഞങ്ങൾ ഇവനോട് കാര്യം പറഞ്ഞു, എടാ ഈ ഫിഷിംഗ് ഫ്രീസ് ഒക്കെ മീൻ പിടിക്കുന്നുണ്ട്, വരുമാനം നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ടാവും, യൂട്യൂബിൽ നിന്നും പൈസ കിട്ടും, ബാക്കിയുള്ള മീനെ നമുക്ക് പുറത്തുകൊണ്ടേ വിറ്റ് അവിടുന്ന് നമുക്ക് പൈസ കിട്ടും ഐഡിയാണ്. എന്നിട്ട് ഞങ്ങള് 4000 ഉറുപ്പിക കൊടുത്തൊരു ചൂണ്ടല് വാങ്ങി. അതിന്റെ ഒപ്പം പുയറിനിട്ടാ പറ്റൂലല്ലോ, ഒരു തവളന്നെ വാങ്ങി. എന്നിട്ട് ഈ തവളനും കൊണ്ടിട്ട് ഞങ്ങള് ഇല്ല തോടും പോയി ഒക്കെ തവള കോഴിക്കോട് മുതല് കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ പോയാണ്. എവിടെ ഇടും തവളനെ നീന്തലിങ്ങനെ പഠിപ്പിക്കും. എവിടെ നോക്കി
ഈ ജില്ലയിൽ എല്ലാ ജില്ലയിലും തവള നീന്തൽ അടിച്ചിട്ടുണ്ട് തവള. എന്നാലോ തിന്നുകാണ്ട് വല്ലതും പോകാനുണ്ടോ പെരിയന്തേ വെച്ചൊന്നുണ്ടോ ഒന്നുമില്ല. ഒരു മരാണ് വലുതാവാൻ നിക്കുക ഒരു വല്യമ്മ അത് പറ്റിട്ടോ അത് പറ്റൂല അവിടെ. എന്താ എത്ര ലിറ്റർ മറ്റു പൈപ്പ് കഴിച്ചാ എങ്കിലും നിങ്ങൾ ഒരുമിച്ച് പൂക്കി ഇങ്ങനെയാണെങ്കിൽ പൂക്കി ഉമ്മ, ഉമ്മ. ഒന്ന് പാടെ One. കുറച്ച് അതന്നെ എല്ലാരും ഒപ്പട്ടോ മമ്മ. പൂക്കി